അങ്ങനെ നമ്മളെ ഈ പ്രാവശ്യത്തെ അവസാനത്തെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ പറിക്കാൻ പോവാണ്. അപ്പോൾ ഈ കമ്പുമ്പിലുണ്ടായതിന് 6ഓളം ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളിപ്പോൾ പറിച്ചു. ഇനി ഇതിനെ മുന്നേ വെച്ചൊരു മരമുണ്ട്, അത് കുറേ മുന്നേ വെച്ചതാണ്. എൻ്റെ ഏകദേശം 3 കഴിഞ്ഞു. ഇത് വെച്ചിട്ട് 2 വെച്ചിട്ടുള്ളതിന് ഇതിമത് മാഷാഅല്ലാഹ് ഈ പ്രാവശ്യം ഒരുപാട് കായകളുണ്ടായിന്. ഈ മഴ കൂടിയോണ്ടോ എന്താ അറിയില്ല, കുറേ കായകൾ കൊഴിഞ്ഞു പോയി. എന്നാലും ഒരു 6 കായ നമ്മൾ പറിച്ച് കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനോട് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ കമ്പുമ്പിൽ നിന്ന് ഇങ്ങനെ വേരുകൾ വന്നുകൊണ്ടിരിക്കും. ഉണ്ട് അവിടെ വേര്, ഇതൊക്കെ ഉണ്ട് വലിയ വണ്ണുള്ള വേരുകളായി. അങ്ങനെ വേര് ഇറങ്ങിയിട്ട് ഇതേമാതിരി വണ്ണക്കൂടെ പോയി ഇത് വളമ. ഇപ്പം എന്താ വെച്ചാൽ ഇതിന് വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ പിന്നെ മുരട് വല്ലാതെ നനക്കാതെ രീതിയിൽ ചെറിയൊരു നനക്കിയാണ് മണ്ണിട്ട് കൊടുക്കാൻ വളമിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാഞ്ഞാൽ ഇതിന് വേരൊക്കെ പൊട്ടിപ്പോകും. ഇന്ന് നമ്മളിഞ്ഞ് പറിക്കാൻ പോണത് ഇതൊക്കെ നമ്മൾ തൈന് വേണ്ടിയിട്ട് കമ്പുകൾ ഇങ്ങനെ കുത്തി വെച്ചതാണ്. കുറച്ചൊക്കെ വേരെല്ലാം തുടങ്ങി. അവിടെയൊക്കെ അത്യാവശ്യം നല്ല വേര് വന്നു. കമ്പുമ്പോൾ ഇങ്ങനെ വേര് വന്നത് പഠിക്കാം. ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി നമുക്ക് അവിടെ വേണ്ട വെച്ചാൽ അവിടെ പോയിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവും. ഇത് പിന്നെ ബർസൂന്ന് പറഞ്ഞൊരു സാധനമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് അല്ലാതെ വേറെ ഗൾഫിലൊക്കെ അബേൽ ഒക്കെ ഒക്കെ ഉള്ളൊരു ഫ്രൂട്ടാണ് ബർസൂന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പ് ഇതേമാതിരി കൊണ്ടുവന്നിങ്ങോട്ടെ വെച്ചത് കഴിഞ്ഞാൽ അതിങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. ഈ കാണുന്ന ഈ മരത്തുമെന്നാണ് നമുക്ക് ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് പറിക്കാറുള്ളത്. അതൊരു ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് അറിയാമല്ലോ, ഒരു കുഞ്ഞി കായ. അപ്പോൾ അത് നമ്മൾ പറിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കേസ് പൊടിയിട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡ്രാഗൺ ഫ്രൂട്ട് പറിക്കാൻ പോവുകയാണ്. പൊട്ടാവും, ഇത് എണ്ണയെ തൊടുവിലാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് പണിയുണ്ട് പറിച്ചണമെങ്കിൽ. ഏതായാലും നമുക്ക് അങ്ങനെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചിട്ടുണ്ട്. കമ്പടക്കി പറിച്ചേക്കാണ്. കാരണം ഇതിന് മുള്ളാതി മലിമ്പെല്ലാം കരുതി കഴിഞ്ഞാൽ കയ്യിനൊക്കെ കുത്തിയാൽ മുള്ള ഭയങ്കര കടച്ചിലേ കയറാം. അങ്ങനെ ഇതാണ് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട്. കണ്ടോ, കുഞ്ഞൊരു കായ. ഇതിന് ആർക്കുണ്ടാവുക പറഞ്ഞിട്ടിടുന്നാലും ഇതെന്താ വെച്ചാൽ ഇത് കുറേ മുന്നേ നട്ടതാണത്. ഏതോ ഇതിനൊന്നും നമുക്ക് അതിൽ എഴുതിയല്ല. മറ്റേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി കൊണ്ടുവന്ന് നട്ടത്. നല്ല തയ്യനെ കൊണ്ട് കഴിയുമ്പോൾ നല്ല കായ ഉണ്ടാവും, വലിയ കായ ഉണ്ടാന്. ഇത് കുഞ്ഞെണ്ണ പൊന്നോ, ഇത് പറിച്ച് നോക്കിയാൽ നല്ല ഒടിച്ചു നോക്കി. മുള്ള കിട്ടണം കേട്ടോ, നല്ല ഒടിച്ചു നോക്ക്. തിരിച്ചടി കിട്ടണില്ലല്ലേ? കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടിയിട്ട് നമ്മളെ കുഞ്ഞ്